ISSD. ഇനി പഠിക്കാം, ജയിക്കാം, നയിക്കാം. ഞങ്ങളെന്തിനാ പഠിക്കുന്നത്? ഞങ്ങളെല്ലാം എന്തെല്ലാം വിമർശിക്കുന്നുണ്ട് അദ്ദേഹത്തെ. പിന്നെ അതെല്ലാം വന്ന് നിങ്ങളോട് ഞങ്ങൾ പറയാറില്ല എന്നേ ഉള്ളൂ. അത് ഞങ്ങളുടെ പാർട്ടി സംഘടനാകാര്യമാണ്. ഞങ്ങൾക്ക് പറയേണ്ട കാര്യം ഞങ്ങൾ പാർട്ടിയിൽ പറയും, ആ പാർട്ടിയിൽ പറയും, അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ആലോചിക്കും. വെബ്സൈറ്റിൽ എല്ലാ കാര്യങ്ങളും വന്നില്ലേ? പിന്നെ ചോദ്യത്തിന് എന്താ പ്രസക്തി? നേതാക്കൾ പറഞ്ഞത് പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ആയിട്ടില്ല. വെബ്സൈറ്റിൽ എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞു. പാർട്ടി കേന്ദ്ര കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള പരിശോധന, എല്ലാ കാര്യങ്ങളും ഒരു ഡോക്യുമെൻറ്റ്സായിട്ട് വന്നിട്ടില്ലേ? പിന്നെ അതിനെക്കുറിച്ച് വേറെ സംശയങ്ങളെന്താ? അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളതും ആ പ്രസിദ്ധീകരിച്ച ഡോക്യുമെൻറ്റ്സിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനപ്പുറത്തേക്കൊന്നും ഇപ്പോഴതിന് പ്രസക്തിയില്ല. ഒരാളെന്നല്ല, ആ വാക്കുകൾക്കോ ആ ചോദ്യങ്ങൾക്കോ ഇപ്പോൾ വലിയ പ്രസക്തിയേ ഇല്ല. എല്ലാ കാര്യങ്ങളും കേന്ദ്ര കമ്മിറ്റിയുടെ നിരീക്ഷണത്തിൽ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്കെല്ലാം എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം അത് കണ്ടു വായിച്ചില്ലേ? പിന്നെ ഇനി നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറി എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നോക്കി നടന്ന് പുതിയ വാർത്ത സൃഷ്ടിക്കാനാണെങ്കിൽ ഇപ്പോൾ ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വേറെ എന്തെങ്കിലും കാര്യം, നാട്ടിൻ്റെ കാര്യം പറ. കേന്ദ്ര കമ്മിറ്റി പ്രസിദ്ധീകരിച്ച കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങൾ പൂർണ്ണരൂപത്തിൽ അങ്ങ് യോജിക്കുന്നുണ്ടോ? അല്ലെന്ന്, അതൊരു പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ പാർട്ടി കേന്ദ്ര കമ്മിറ്റി പ്രസിദ്ധീകരിക്കുക. അത് പാർട്ടിയുടെ എല്ലാവരും അംഗീകരിക്കേണ്ട ഒരു അംഗീകരിക്കുന്നതാണ്. അതിൽ പിന്നെ വേറൊരാൾക്കൊന്നും അതിനെ ചോദ്യം ചെയ്യാൻ അവകാശമൊന്നും പാർട്ടിയിലില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. അത് ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയമാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ അങ്ങനെ റിസൾട്ട് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. പക്ഷേ പ്രതികൂലമായ ഒരു ഫലമുണ്ടായി. അത് സംബന്ധിച്ച് പാർട്ടി വിശദമായി പരിശോധിച്ച് കുറവുകളൊക്കെ കണ്ടെത്തി കേന്ദ്ര സംസ്ഥാന പാർട്ടി കമ്മിറ്റികളെല്ലാം പരിശോധിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തിരുത്തൽ നടപടി എന്താണോ ഞങ്ങൾക്ക് വന്നിട്ടുള്ള വീഴ്ച അത് കണ്ടെത്തി പരിഹരിച്ചുകൊണ്ട് പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റതാക്കി ഏറ്റവും ജനകീയ പിന്തുണയുള്ള ഒരു വലിയ പാർട്ടിയാക്കി മാറ്റാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ദിശാബോധം പാർട്ടിക്കകത്തും ബഹുജനങ്ങൾക്കിടയിൽ നൽകാൻ പറ്റുന്ന പ്രസിദ്ധീകരണമാണ് പാർട്ടിയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പാർട്ടി എല്ലാ അണികൾക്കും ജനങ്ങൾക്കും കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടാൻ കൂടി വേണ്ടിയിട്ടാണ്. അല്ല, പാർട്ടിയുടെ കാര്യം ഞങ്ങൾക്ക് എന്താ രഹസ്യമുള്ളത്? ഞങ്ങൾക്ക് ജനങ്ങളോടല്ലേ, ജനങ്ങളിലാണ് ഞങ്ങൾക്ക് വിശ്വാസം. ആ ജനങ്ങളെ വിശ്വാസ്യതയിലെടുത്ത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയും. പോരെ? ഏതാ അല്ല, ന്യൂ ജനറേഷൻ ഈ BJP സംഘപരിവാർ ശക്തികളുടെ നിലപാടിനെതിരാണ്. ആ ന്യൂ ജനറേഷൻ അവരുടെ പ്രതികരണമാണ് ഈ സമരങ്ങളിൽ വന്നിട്ടുള്ളത്. ഇപ്പോഴും പല സംഘടനകളും ആ ന്യൂ ജനറേഷനെ ആശ്രയിക്കുന്ന നിലയിലേക്ക് പോലും രാഷ്ട്രീയ കാര്യങ്ങൾ പോവുകയാണ്. ഏതായാലും സംഘപരിവാർ ശക്തികളുടെ BJP സംഘപരിവാർ ശക്തികളുടെ ഭരണം ജനവിരുദ്ധമാണ്, യുവജനങ്ങൾക്കെതിരാണ്, സ്ത്രീകൾക്കെതിരാണ്, ജനാധിപത്യ സമ്പ്രദായങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നീക്കത്തിനെതിരായിട്ടുള്ള ഒരു രോഷമാണ് യുവാക്കളിൽ വന്നത്. പിന്നെ നാടാകെ പടർന്നു, ഇന്ത്യ ആകെ ആ പ്രതിഷേധത്തിലേക്ക് വളർന്നു വന്നിട്ടുണ്ട്. കേരളത്തിൽ ആസൂത്രണ കമ്മീഷൻ PSC ഇതിലൊക്കെ കേരളത്തിൽ ചോദ്യപേപ്പറും കാര്യങ്ങളും ആരോപണം വരുന്നുണ്ട്. അതും കാര്യത്തിലല്ല. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പരിശോധിച്ച് വരട്ടെ. ഞാനത് പരിശോധിച്ച ഒരാളല്ലല്ലോ, എനിക്ക് പറയാൻ പറ്റൂ. എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് വരട്ടെ. വന്നാൽ അതിലെ ശരിയും തെറ്റും നോക്കിയിട്ട് പറയാം. കേരളത്തിലെ UDF ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടുകൊണ്ട്, പ്രാപ്തികേടുകൊണ്ട് ഓരോ വകുപ്പും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു മുഖ്യമന്ത്രി പറയുകയാണ് 10,000 കോടി ടാറ്റ കപ്പലുണ്ടാക്കാൻ പോണു. എവിടെയാണ് കപ്പൽ? എന്താ ഒരു മുഖ്യമന്ത്രി പറയുന്നത്? അദ്ദേഹത്തിന് നിശ്ചയമുണ്ടോ? ഒരു മുഖ്യമന്ത്രിയല്ലേ, എന്തടിസ്ഥാനത്തിലാണ് പ്രഖ്യാപിക്കുന്നത്? എന്തൊക്കെ നിലപാടാണ് സ്വീകരിക്കുന്നത്? ഇതൊരു വിഷയത്തിൽ മാത്രമാണ്. എല്ലാ കാര്യങ്ങളും മറ്റൊരു മന്ത്രി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ രോഗികൾക്ക് ആശ്വാസം കൊടുക്കുന്നതാണ് DYFI കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള പൊതിച്ചോറ് വിതരണം. ഒരു 12 മണിയാകുമ്പോൾ ആളുകൾ ഇങ്ങനെ വന്ന് ക്യൂ നിൽക്കും DYFIയുടെ പതാകയും നോക്കിയിട്ട്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം ഈ കേരളത്തിൽ എത്ര കാലമായി?
10-20 കൊല്ലത്തിലധികമായി. ഞാനത് നാളെ മുതൽ അവസാനിപ്പിക്കും. ഏത് മന്ത്രിയായത്? എന്താ അദ്ദേഹം ഇങ്ങനൊരു പ്രഖ്യാപനം നടത്താൻ? കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. ഒരു കാര്യത്തെക്കുറിച്ച് നിശ്ചയമില്ല, ഭരണപരമായൊരു നിരീക്ഷണമില്ല, അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അവർക്ക് ധാരണയില്ല. അതാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെവിടെ കൊണ്ട് ചെന്നെത്തിക്കും? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കെല്ലാം അത് സംബന്ധിച്ചിട്ടുള്ള നിശ്ചയം ഉണ്ടാവും. നിങ്ങളെല്ലാം അത് സംബന്ധിച്ച് വാർത്തകൾ കൊടുത്തിട്ടുള്ളവരാണ്. എന്തൊക്കെയാണ് ചെയ്തു വെക്കണത്? അപ്പോൾ ഇത് കാര്യശേഷിയില്ലാത്തൊരു ഗവൺമെൻറ്റാണ്. പരസ്പരം മന്ത്രിമാരെ സംബന്ധിച്ച് കൂടിയാലോചനകളോ ചർച്ചകളോ ഇല്ല. കാര്യങ്ങൾ ആലോചിച്ച് കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. വൈദ്യുതി രംഗത്ത് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും അല്ലേ? 10 കൊല്ലം ഇവിടെ പവർ കട്ട് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം എഴുതിയില്ലേ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്തൊരു കേരളം? വെളിച്ചം, വൈദ്യുതി ആവശ്യം പോലെ ജനങ്ങൾക്ക് കൊടുത്തില്ലേ? ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കുറവാണ്. പക്ഷേ കേരളം ഇരുട്ടിലേക്ക് പോകരുത്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നൊക്കെ വൈദ്യുതി കിട്ടും വാങ്ങി കേരളത്തിൻ്റെ വെളിച്ചം കൊടുക്കാൻ 10 കൊല്ലക്കാലം പരിശ്രമിച്ചു. ഇപ്പോഴെന്താ പറയുന്നത്? പ്രാർത്ഥിക്ക് മഴ പെയ്യാൻ. ഇതാണോ ഒരു മന്ത്രി പറയേണ്ടത്? എത്ര ദുർബലമാണത്? അതെനിക്ക് തോന്നുന്നൊരു കാര്യം കൂടി ഞാൻ പറയാം. വൈദ്യുതിയുടെ ചാർജ് വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് അതിൻ്റെ പിന്നിൽ. ഇവിടെ ഇങ്ങനെ പവർ കട്ട് ലോഡ് ഷെഡിംഗ് ഒക്കെ വരുത്തി വൈദ്യുതി ഇല്ല, എന്നാൽ ഇരിക്കട്ടെ, കുറച്ച് വില അങ്ങ് വർദ്ധിപ്പിച്ച് കളയാം. മഴയുമില്ല, എന്നാൽ പിന്നെ വില കൂട്ടിക്കളയാം. അതിൻ്റെ തുടക്കമാണിത്. ഇതൊന്നും കേരളം ക്ഷമിക്കുമെന്ന് ധരിക്കരുത്. ഈ സമരക്കാരുടെ കാര്യം പറയുമ്പോൾ തന്നെ PG മോഹൻദാസ് ഈ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളെ വളരെ വൃത്തികെട്ട രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയും അവർ ബലാത്സംഗത്തിന് പോലും താല്പര്യപ്പെടുന്ന ആളുകളാണ് സ്ത്രീകൾ എന്നൊക്കെയുള്ള പരാമർശം നടത്തിയത്. പരാതി സർക്കാരിന്റെ മുമ്പിലുണ്ടെന്ന് അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി വേണ്ട. ഏതാ ആരാ? RSS തന്നെ അങ്ങനെയല്ലേ? പിന്നെ എൻ്റെ നേതാവിനെ കുറിച്ച് പറയാനുണ്ടോ? അവർ ജനങ്ങൾക്ക് വേണ്ടി ജനാധിപത്യ രീതി കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവരെന്തൊക്കെയാണ് ചെയ്തു വെക്കുന്നത്? രാജ്യത്തെ നശിപ്പിക്കുകയല്ലേ? അതുകൊണ്ട് അത്തരത്തിലുള്ള സംഘപരിവാർ ശക്തികൾ ഈ നാടിനെ നശിപ്പിക്കുകയാണ്. ഇത് ജനങ്ങൾ അതിവേഗം തിരിച്ചറിഞ്ഞ് നമ്മുടെ നാടിനെ രക്ഷിക്കുക, മതേതരത്വവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കുക. ഇവിടെ തന്നെ ഇവരെ CJPയുടെ കാര്യം നടന്നു. എത്ര മൃഗീയമായ നിലപാടാണ് സ്വീകരിച്ചത്? എങ്ങനെയാണ് അതിന് നേരെ വെടിവെപ്പ് നടത്തിയത്? എങ്ങനെയാണ് അവിടെ സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചത്? എന്തും ചെയ്യാമെന്നാണോ? ഒരു അധികാരം കിട്ടി, അതെങ്ങനെ കിട്ടിയെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സർക്കാർ ഇയാൾക്കെതിരെയുള്ള അന്വേഷണം ഊർജിതമായിട്ട് കൊണ്ടുപോകും. ഏത് ഈ PG മോഹൻദാസിനെതിരെ ഒരു അന്വേഷണം നടത്തുന്നത് നടക്കട്ടെ, അതെല്ലാം നടക്കേണ്ട കാര്യമാണ്. നടന്നാൽ മാത്രം പോരെ, ശക്തമായ നിലപാട് സ്വീകരിക്കണം. അത് RSS സ്വീകരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇന്നലെ CMRL പിണറായി വിജയൻ ഇടപെടലില് ഒരു വെല്ലുവിളിക്ക് സുധാകരൻ നടത്തുന്നു. അത് സംസ്ഥാന സർക്കാരിന് നട്ടലുണ്ടെങ്കിൽ അന്വേഷിക്കണമെന്ന്. അപ്പോൾ കോൺഗ്രസ് സുധാകരൻ എന്തെല്ലാം വെല്ലുവിളിച്ചതാണ്? എന്നെ വെടിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടല്ലേ? അല്ല, ഇത് കോൺഗ്രസ് പാർട്ടി എന്നെ വെടിവെച്ചിട്ട് ഞാൻ ആശുപത്രി കിടന്ന് വെടിവെച്ചിട്ടുമില്ല, വെടി കൊണ്ടിട്ടുമില്ല. എന്തൊക്കെ നടത്തിയ സുധാകരനാണ്. ആ സുധാകരനല്ലേ നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊല്ലാൻ നേതൃത്വം കൊടുത്തത്? അവനിതൊക്കെ പറയാൻ എന്ത് ധാർമ്മികതയല്ലേ? ആരാ സുധാകരൻ എന്നറിയുന്നവർക്കറിയാം. ചീമനിൽ എത്രയാളെ ചുട്ടുകൊല്ലാൻ നേതൃത്വം കൊടുത്തത്? എത്രയാളെ വെട്ടിക്കൊന്നിട്ടുണ്ട് കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും? കണ്ണൂർ ടൗണിലെ നാണൂരെ ബോംബെറിഞ്ഞ് കൊന്നത് സുധാകരൻ വന്ന് മാടിക്കെട്ടിന്ന് വെക്കടാ ബോംബ്. ഇതൊക്കെ നടത്തിയ ഒരാൾ എന്ത് രാഷ്ട്രീയ നേതാവ്? അദ്ദേഹത്തിന് പറയുന്നതിനൊക്കെ നിങ്ങളെന്തിനാ ഇത്ര അധികം പ്രാമുഖ്യം കൊടുക്കുന്നത്? തള്ളിക്കളയൂ. എന്ത് കോൺഗ്രസ് പാർട്ടിയിൽ? അയാളിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ആരാ? അയാൾ വെല്ലുവിളിച്ചോണ്ടേ ഇരിക്കും. അയാളെ തന്നെ ചിലപ്പോൾ വെല്ലുവിളിക്കും. കേട്ടോ? അല്ല, പാർട്ടിയുടെ എല്ലാ കമ്മിറ്റികൾക്കും എല്ലാ ധൈര്യവും കാര്യവും ശേഷിയുണ്ട്. എല്ലാ പാർട്ടി കമ്മിറ്റികളും നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഘടകങ്ങളാണ്. നല്ല കാര്യശേഷിയും നല്ല നിരീക്ഷണവും ഒരു മാർക്സിസ്റ്റ് ധാരണയുമുള്ള പാർട്ടി ഘടകങ്ങളാണെല്ലാം. ഞങ്ങളെ ബ്രാഞ്ച് മുതൽ എല്ലാ ഘടകങ്ങളും നല്ല രാഷ്ട്രീയ ധാരണയോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളെന്തിനാണ് പഠിക്കുന്നത്? ഞങ്ങളെല്ലാം എന്തെല്ലാം വിമർശിക്കുന്നുണ്ട് അദ്ദേഹത്തെ. പിന്നെ അതെല്ലാം വന്ന് നിങ്ങളോട് ഞങ്ങൾ പറയാറില്ല എന്നേ ഉള്ളൂ. അത് ഞങ്ങളുടെ പാർട്ടി സംഘടനാ കാര്യമാണ്.
ഞങ്ങൾക്ക് പറയേണ്ട കാര്യം ഞങ്ങൾ പാർട്ടിയിൽ പറയും. ആ പാർട്ടിയിൽ പറയും, അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ആലോചിക്കും. എല്ലാവരും പാർട്ടിയിൽ വിമർശനമുണ്ട്, സ്വയം വിമർശനമുണ്ട്, തെറ്റ് തിരുത്തലുണ്ട്, സ്വയം തിരുത്തലുണ്ട്. ഇതെല്ലാം നടത്തി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മനുഷ്യരുടെ പാർട്ടിയല്ലേ, ഒരു ദോഷവുമില്ലാത്തവരാണോ മനുഷ്യരെല്ലാം? മനുഷ്യൻ്റേതായ ദൗർബല്യങ്ങളും ഗുണങ്ങളുമുണ്ട്. മനുഷ്യരുടെ സമൂഹത്തിൻ്റെ പാർട്ടിയാണ്. അപ്പോൾ ദൗർബല്യങ്ങൾ ഉണ്ടായേക്കും. പാർട്ടിയിലും സംഘടനയിലും ആ ദൗർബല്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ദൗർബല്യങ്ങൾ കണ്ടെത്തി പരിഹരിച്ചൊരു മാർക്സ്യൻ ധാരണയോടുകൂടി പ്രശ്നങ്ങളെ നിരീക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റിൻ്റെ ലക്ഷ്യം. അതാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്.